അത് എന്റെ അഭാവത്തിൽ എന്നെപ്പറ്റി ഒരാളും മോശം പറയാൻ പാടില്ല. എനിക്ക് അങ്ങനെ ഒരു നിഅമത്ത് നീ തരണം. ഞാൻ ഇല്ലാത്തപ്പോ എന്നെപ്പറ്റി മോശം പറയാൻ ആരും ഉണ്ടാകരുത്. ആ സമയത്ത് അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുകയാണ്, മൂസ, ഈ കാര്യം ഞാൻ എന്റെ വിഷയത്തിൽ പോലും തീരുമാനിച്ചിട്ടില്ല. എന്റെ വിഷയത്തിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഖലഖ്തുഹും, ഞാനാണ് സർവ്വ ജനങ്ങളെയും സൃഷ്ടിച്ചത്. അല്ലേ? അള്ളാഹു അല്ലേ ലോകത്തുള്ള എല്ലാവരും സൃഷ്ടിച്ചത്? അർസുഖുഹും, ഞാനാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അല്ലാതെ സിവിൽ സപ്ലൈസ് മന്ത്രിയാണോ നമുക്ക് ഭക്ഷണം തരുന്നത്? നമുക്ക് ഭക്ഷണം തരുന്നത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണോ? നമുക്ക് ഭക്ഷണം തരുന്നത് കേരളത്തിന്റെയോ കേന്ദ്രത്തിന്റെയോ ആരെങ്കിലും മന്ത്രിമാരാണോ? ഒരാളുമല്ല. റാസിഖ് അല്ലാഹുവാണ്. ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ആ ഇമാമിന് ആഹാരം കൊടുക്കുന്നത് പ്രസിഡന്റ് അല്ല, അല്ലാഹുവാണ് റാസിഖ്. അല്ലാഹുവാണ് റാസിഖ്. ആ റാസിഖ് പടച്ചവനല്ലേ? അർസുഖുഹും, ഞാനാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഞാൻ സൃഷ്ടിച്ച് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു. ഉആഫീഹിം, ഞാനാണ് അവർക്ക് ആഫിയത്ത് കൊടുക്കുന്നത്. കൈ കൊണ്ടെടുത്ത് കഴിക്കാൻ, കഴിച്ചത് ചവയ്ക്കാൻ, ചവച്ചത് ദഹിക്കാൻ, ദഹിച്ചത് അവരുടെ പോകേണ്ട ഭാഗങ്ങളിലേക്ക് അതിന്റെ സത്തും കൊത്തും ഒക്കെ പോകാൻ, ഇതൊക്കെ ഞാനാണ് ചെയ്തത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, സൃഷ്ടിച്ച് ഭക്ഷണം കൊടുത്തു, ആഫിയത്ത് കൊടുത്തു, ഇതെല്ലാം ഞാൻ കൊടുത്തിട്ട് യഖൂലൂന, ഈ മനുഷ്യര് പറയുന്നു, ഇത്തഖൽതു സാഹിബതൻ വ വലദ, എനിക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്ന്. അള്ളാഹ് പറയാ മൂസാ നബിയുടെ അടുത്ത്, മൂസാ നബി നിങ്ങൾ പറഞ്ഞ എന്താ? നിങ്ങൾ ഇല്ലാത്തപ്പോ നിങ്ങളെ പറ്റി ഒന്നും പറയരുത്. അള്ളാഹ് പറയാ, ഇത് എന്റെ വിഷയത്തിൽ പോലും ഞാൻ എടുത്ത്, എനിക്കെന്താ കഴിയാത്തതാണോ? പക്ഷെ ഞാൻ അങ്ങനെ അങ്ങ് വിട്ടേക്കുകയാണ് ആ സമൂഹത്തെ. ഞാൻ സൃഷ്ടിച്ചു, ഭക്ഷണം കൊടുത്തു, ഞാൻ എല്ലാം ചെയ്തു കൊടുത്തു. പക്ഷേ ഞാൻ എന്നെ പറ്റി അവര് പറയുന്നത് എനിക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്നാണ്. എന്നിട്ട് അള്ളാഹു താല പറഞ്ഞെന്താണെന്നറിയോ? ആൺമക്കളെ ഉണ്ട് എന്ന് അള്ളാഹുവിനെ പറ്റിയിട്ട് സത്യനിഷേധികൾ പറഞ്ഞപ്പോൾ, മലായിക്കത്തുകൾ പടച്ചവന്റെ പെൺമക്കളാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അവരെ എന്താ ചെയ്തത്? പടച്ചവൻ പോലും ചെയ്തത് നിങ്ങൾ കേൾക്കണോ? സൂറത്തു മറിയമിൽ കാണാ, വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ, അള്ളാഹുവിന് ആൺമക്കളുണ്ടെന്ന് പറഞ്ഞപ്പോ, അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ അതിന് അള്ളാഹു കൊടുത്ത മറുപടി ആകാശത്തെ ഇടിച്ചു വീഴ്ത്തിയിട്ടല്ല, ഭൂമി പിളർത്തിയിട്ടല്ല, സാഗരത്തെ കരയിലേക്ക് കയറ്റിയിട്ടല്ല, വന്യമൃഗങ്ങളെ ഇറക്കിയിട്ട് ചവിട്ടിയിട്ടല്ല. അള്ളാഹു അവർക്ക് കൊടുത്ത മറുപടി എന്തെന്നറിയോ? മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ സുബ്ഹാനാ, എനിക്ക് ആൺമക്കളുണ്ടെന്ന് പറയാണോ? സുബ്ഹാനാ. അള്ളാഹുവിനെതിരെ വന്ന ആരോപണത്തെ പോലും അള്ളാഹു നേരിട്ടത് സുബ്ഹാനാ, തസ്ബീഹ് കൊണ്ടാണ്. തസ്ബീഹ് കൊണ്ടാണ്. പെൺമക്കളെ പറ്റി പറഞ്ഞല്ലോ, വയജഅലൂന ലില്ലാഹിൽ ബനാതി സുബ്ഹാനാ, സൂറത്തുൻ നഹ്ല്. എനിക്ക് പെൺമക്കളുണ്ടെന്ന് പറയുന്നു കുറെ ആളുകൾ. സുബ്ഹാനാ, എന്റെ മറുപടി അതാണ്. ഓക്കെ, അള്ളാഹുവിനെതിരെ ആരോപണം പറഞ്ഞപ്പോ അള്ളാഹു താല പ്രതികരിച്ചത് സുബ്ഹാനല്ലാഹ്, സുബ്ഹാൻ, സുബ്ഹാനല്ലാഹ്, ഇങ്ങനല്ലേ പറഞ്ഞ അള്ളാഹു? നബി തങ്ങളുടെ അടുത്ത് പറഞ്ഞു, ആളുകൾ നിങ്ങളെപ്പറ്റി എന്തോ പറയട്ടെ, ആളുകൾ ഭ്രാന്തൻ എന്ന് വിളിക്കട്ടെ, നാശകാരി എന്ന് പറയട്ടെ, ആൺമക്കൾ ഉറകാത്തവനാണെന്ന് പറയട്ടെ, തീവ്രവാദികളെന്ന് വിളിക്കട്ടെ, ഭീകരവാദികളെന്ന് വിളിക്കട്ടെ, ഏത് വാക്കുകൾ കൊണ്ട് ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, ആ പറയുന്ന സമയങ്ങളിൽ നിങ്ങൾ ചെയ്യാനുള്ളത് പ്രതികരിക്കുന്നത് മറ്റൊരു ഭാഗം. പക്ഷെ നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന പ്രകീർത്തനം എനിക്ക് വേണ്ടി അർപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്ർ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. നിങ്ങൾ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലണം, അവനിലേക്ക് പ്രകീർത്തിച്ചു മടങ്ങണമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ പറ്റി ഇല്ലാത്തതാരെങ്കിലും പറയുമ്പോൾ നമ്മൾ പറയണം സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്, ഇത് അല്ലാഹ് പറഞ്ഞതാണ്, ഇത് റബ്ബ് പറഞ്ഞതാണ്. മറക്കല്ലേ, ഒന്ന്, അള്ളാഹു അത്ഭുതകരമായി നിഅമത്ത് തരുമ്പോൾ, രണ്ട്, അള്ളാഹു നമുക്ക് ആളുകളുടെ ശത്രുക്കളുടെ വായിൽ നിന്ന് നമ്മൾ ആരോപണങ്ങൾ കേൾക്കുന്ന സമയത്താണ്
ഇനി പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ സന്ദർഭം ഏതെന്നറിയോ? ഇനി ഒരൊറ്റ മണിക്കൂറാ നമ്മുടെ മുമ്പിലുള്ളത്. മൂന്നാമത് എപ്പോഴാ നമ്മൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കേണ്ടതെന്നറിയോ? അള്ളാഹു നമുക്ക് ചെറിയ ചെറിയ നിഅമത്തുകൾ തരുമല്ലോ. അള്ളാഹു തന്ന നിഅമത്തുകൾക്ക് കണക്കുണ്ടോ പുതുത്തെരുവുകാരാ? അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് കണക്കുണ്ടോ ഓച്ചിറക്കാരാ? നമ്മൾ പറയുന്നത് എന്താണ്? പടച്ചവൻ എന്നെ യൂസുഫ് അലിയാക്കിയില്ലല്ലോ, അള്ളാഹു എന്നെ രവിപിള്ളയാക്കിയില്ലല്ലോ. ചിലര് പറയുന്നു എന്നെ അംബാനിയും അദാനിയും ആക്കിയില്ലല്ലോ. അൽഹംദുലില്ലാ, അതിന് 1000 വട്ടം അൽഹംദുലില്ലാ. ഈ കള്ളന്മാരെ പോലെ ആവാതിരിക്കാൻ. ഏത് അദാനി അംബാനി? നേരത്തെ പറഞ്ഞ രണ്ടുപേരല്ല, അവരൊക്കെ നല്ലവരാ. യൂസുഫ് അലി സാറും രവിപിള്ളയൊക്കെ സമൂഹത്തിനും സമുദായത്തിനും ഗുണമുള്ളവരാ. രവിപിള്ള സാറ് അദ്ദേഹത്തിന്റെ സമുദായത്തിന് ഗുണമുള്ളവരാ, അല്ലേ? സമൂഹത്തിന് ഗുണമുള്ളവരാണ്. യൂസുഫ് അലി സാറ് മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും നാടിനും ഒക്കെ ഗുണമുള്ളവരാ. പക്ഷേ ലാസ്റ്റ് പറഞ്ഞ രണ്ടെണ്ണം അറിയാലോ, നമ്മുടെ ഒക്കെ എല്ലാം കട്ട് മുടിച്ച് എല്ലാം കുട്ടിച്ചോറാക്കി പോയ വലിയ വലിയ. തൊട്ടടുത്താണല്ലോ കായംകുളം. കായംകുളം കൊച്ചുണ്ടി എന്ന് പോലും പറയാൻ പറ്റൂല. അത് പണക്കാരെന്ന് പിടിച്ചിട്ട് പാവങ്ങൾ കൊടുത്തതാ. ഇത് പാവങ്ങളെന്ന് പിടിച്ചോണ്ട് പോയിട്ട് സ്വന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാ. നിങ്ങൾ നോക്ക്, അല്ല നമുക്കൊന്നും തന്നില്ല എന്ന പരിഭവം ആർക്കാ ഉള്ളത്? ഓച്ചിറയില് പൂത്തെരുവിൽ ആർക്കാ അങ്ങനെ ഒരു പരിഭവം ഉള്ളത്? ഒരു മനുഷ്യൻ രാത്രി കിടക്കാൻ നേരത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി ജാലകത്തിലൂടെ. നമ്മൾ അങ്ങനെയാണല്ലോ, കരണ്ട് പോയാലും നമ്മൾ നോക്കുന്ന അപ്പുറത്തെ വീട്ടിൽ ഉണ്ടോന്നാ. കരണ്ട് പോയാൽ നമ്മക്കറിയേണ്ടത് എന്താണ്? സത്യസന്ധമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കരണ്ട് പോയാൽ നമ്മൾ നോക്ക് അപ്പുറത്തുണ്ടോ? എന്താ കാര്യം? അപ്പുറത്തില്ല. അൽഹംദുലില്ലാ. എന്തൊരു മനുഷ്യരാ നമ്മൾ. ഒന്നാലോചിച്ച് നോക്കിയേ. കറണ്ട് ബില്ല് വന്ന് അതും കൊണ്ട് പെണ്ണ് ഓടും. ഈ കറണ്ട് ബില്ല് അങ്ങോട്ട് കിട്ടി അപ്പോഴെ താത്ത ഓടുന്നത് അപ്പുറത്തെ വീട്ടിലാണ്. നിനക്കെത്ര അടി ബില്ല്? നിനക്കെത്ര അടി ബില്ല്? 1 രൂപ കൂടുതലാണെങ്കിൽ അൽഹംദുലില്ലാ, എന്തൊരു സന്തോഷമാണ്. നമുക്ക് കൂടിയതും കുറഞ്ഞതൊന്നും പ്രശ്നമല്ല, നമ്മളെക്കാളും കൂടിയത് അവർക്കാണല്ലോ. പക്ഷെ ആ ഒരു മനസ്ഥിതി മക്കൾക്ക് റിസൾട്ട് വരുമ്പോ ഇല്ല. മോന് പ്രോഗ്രസ് കാർഡും കൊണ്ടുവന്നു, അല്ലെങ്കിൽ റിസൾട്ട്, പരീക്ഷയുടെ എക്സാമിന്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് കൊണ്ട് അപ്പുറത്ത് പോടി. എത്ര മാർക്ക്? അവള് പറയാ 49, 50-ന്. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? അള്ളാഹു അലം. 50-ന് 49. ഇപ്പൊ എല്ലാം A+. ഇപ്പൊ ഒന്നും മാർക്കൊന്നും അറിയാൻ പറ്റൂലല്ലോ. 50-ന് 49. നമ്മുടെ കുട്ടിക്കോ 48 ഉള്ളെങ്കിൽ ആകെ വിഷമായി. ഒറ്റ മാർക്ക് അവന് കൂടിയത്. നമ്മൾ എന്നിട്ട് ചെന്നിട്ട് എടുത്തിട്ട് അങ്ങോട്ട് അടിക്കുകയാണ് കുഞ്ഞിനെ. എന്താടാ നീ 1 മാർക്ക് കുറച്ച് കളഞ്ഞത്? കഷ്ടപ്പെട്ട് ഈ 48 വാങ്ങിയതിന് അവനെ അഭിനന്ദിക്കുകയല്ല, മറിച്ച് ഒരെണ്ണം കുറഞ്ഞു പോയതിന് അവനെ തല്ലുകയാണ്. ഈ 1 മാർക്ക് അപ്പുറത്ത് കൂടിയപ്പോ നമുക്ക് സഹിക്കാൻ വയ്യ. ഈ ഒരേ മാർക്ക് അല്ലെങ്കിൽ 1 അക്കം കറണ്ട് ചാർജിൽ അപ്പുറത്ത് കൂടിയപ്പോഴോ നമുക്ക് ഭയങ്കര സന്തോഷം. അതാ നമ്മൾ, അത്രയും വലിയ വിശാല മനസ്സാ നമുക്കുള്ളത്. ഒരു മനുഷ്യൻ ജാലകം തുറന്നു നോക്കിയിട്ട് അപ്പുറത്തെ വീട്ടുകാരനെ നോക്കിയിട്ട് കിടക്കാൻ നേരത്ത് പറഞ്ഞെന്താന്നറിയോ? അല്ലാഹുവേ അഫ്ഖർതനി വഅഗ്നൈത ഫുലാന, നീ എന്നെ ഫക്കീറാക്കി അവനെ സമ്പന്നനാക്കി. എന്താ പടച്ചോനെ നീ ഇങ്ങനെ? നീ എന്നെന്താ അങ്ങനെ ദരിദ്രനാക്കിയത്? അവനെ വലിയ സമ്പന്നനാക്കിയല്ലോ. ഇത് പറഞ്ഞപ്പോൾ ആ മനുഷ്യന് ഉറക്കം വരികയാ. ആ മനുഷ്യന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. സുബ്ഹാനല്ലാഹ്. ഉറക്കത്തിൽ ആ മനുഷ്യന് സ്വപ്നം കാണുകയാ. സ്വാലിഹായ ഒരു മനുഷ്യൻ അയാളുടെ അടുത്തെത്തുകയാ. എന്നിട്ട് ചോദിക്കുന്നു, സഹോദരാ, നിന്റെ കണ്ണ് കൊടുക്കുന്നുണ്ടോ? 100,000 ദീനാർ, 1,00,000 ദീനാർ തരാം. 100,000 ദീനാർ നിനക്ക് തരാം. ആ കണ്ണിങ് തരുവോ? ഈ മനുഷ്യൻ പറഞ്ഞു, ഏതു മനുഷ്യൻ? എന്നെ ദരിദ്രനാക്കി അവനെ സമ്പന്നനാക്കിയ റബ്ബേ, നീ കാണിച്ചത് അനീതിയല്ലേ എന്ന് രാത്രി ചോദിച്ചിട്ട് കിടന്ന മനുഷ്യനോട് വന്ന സാലിഹായ മനുഷ്യൻ ചോദിച്ചു, ആ കണ്ണ് കൊടുക്കുന്നുണ്ടോ? 1,00,000 ദീനാർ തരാം. കൊടുക്കൂല. എന്നാൽ ആ കാതിങ് തരുവോ? ഇല്ല. നാവ് തരുവോ? തരൂല. തലമുടി മുതൽ കാലിന്റെ തള്ളവിരലിന്റെ നഖം വരെ ചോദിച്ചു. 1,00,000 തരാം, 1,00,000 തരാം, 1,00,000 തരാം. എത്ര രൂപയായി? കൂട്ടി നോക്ക്. ആ അപ്പുറത്തെ വീട്ടുകാരനേക്കാൾ സമ്പന്നനാകും. ഇപ്പൊ
പക്ഷെ ഈ മനുഷ്യന് ഓരോന്ന് ചോദിക്കുമ്പോഴും പറയും കാണാൻ പറ്റൂലല്ലോ, കേൾക്കാൻ പറ്റൂലല്ലോ, മിണ്ടാൻ പറ്റൂലല്ലോ, തിന്നാൻ പറ്റൂലല്ലോ, നടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തരില്ല തരില്ല തരില്ല. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിച്ചു, അല്ല നിനക്കൊന്നും തന്നില്ലേ? ഞെട്ടി ഉണർന്നിട്ട് കരയാൻ തുടങ്ങിയ ആ മനുഷ്യന് എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞതെന്തെന്നറിയോ? അൽഹംദുലില്ലാ, പടച്ചവരെ നിനക്കാണ് സർവസ്തുതി. നീ തന്ന ഏറ്റവും വലിയ നിഅമത്ത് ഈ ശരീരത്തിന്റെ പാഴ്സുകളല്ല റബ്ബേ. നമ്മൾ കരുതുന്നത് ഇട്ടുമൂടാനുള്ള പണമെന്നാണ്. പണം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു പോകാനുള്ളതാ. തിരുവനന്തപുരം ജില്ലയിലൊരു പള്ളി, ആ പള്ളിയുടെ പകുതി എത്തി. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഊറ്റി 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 ജനങ്ങളെ ഒന്ന് വരിയിട്ട് ഊറ്റി യാചിച്ചു ഒക്കെ പകുതി കെട്ടിപ്പടുത്തിയപ്പോ ഒരു അറബി ഇറങ്ങി വന്നവിടെ നൂലി കെട്ടിയതുപോലെ അറബി വന്നിറങ്ങിയിട്ട് പറഞ്ഞു, എന്താ പള്ളി ബാക്കി പണിയുന്നില്ലേ? അവൻ പറഞ്ഞു, പൈസ ഇല്ല, ഇത് എന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ശരി, ഇൻഷാ അല്ലാഹ് പള്ളി ഞാൻ വെച്ചുതരാന്ന് പറഞ്ഞു. അറബി തിരിച്ചു കയറിപ്പോയി. ഇതവരെ പൊളിച്ചു. എന്തിനാ? ചെറുതല്ലേ നമ്മൾ വെച്ചത്, അറബി എന്തായാലും വെച്ച് തരല്ലേ, അതുകൊണ്ട് വലുത് കിട്ടിക്കോട്ടെ എന്നും പറഞ്ഞ് അതങ്ങ് പൊളിച്ച്. അറബി അവിടെ ചെന്നിറങ്ങിയപ്പോഴ അറബി ഫക്കീറായി. അറബിക്ക് പൈസ ഇല്ല, അറബിക്ക് കൊടുക്കാൻ കാശില്ലാതെയായി. അവസാനം അറബിയെ ബന്ധപ്പെട്ടവർ വിളിച്ചവും പറഞ്ഞു, ഞാനിപ്പോ വലിയ ബുദ്ധിമുട്ടിലാണ്, ഇൻഷാ അല്ലാഹ് നിങ്ങളെ പണി തീരട്ടെ, ഞാൻ എന്തെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞു. പാതി കെട്ടിയ പള്ളിയും പോയി, എല്ലാം പോയി. മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. ഏത് നിമിഷമാണ് ഒരു ഫ്ലൈറ്റ് കയറി അവിടെ ചെന്നിറങ്ങുമ്പോഴാണ് ആളിന്റെ സാമ്പത്തിക സ്ഥിതി മാറുന്നത്. അല്ലേ? എത്ര സമ്പന്നന്മാരാണ് ദരിദ്രന്മാരായത്, എത്ര ദരിദ്രന്മാരാണ് സമ്പന്നന്മാരായത്. അത് ആളുകളെ പറ്റിച്ചും തട്ടിച്ചുമാണ്. എന്നാ പോലും അല്ലേ എത്ര കോടീശ്വരന്മാരായി മാറിയിരിക്കുന്നു. ഈ ആഫ്റ്റർ കോവിഡാനന്തര കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടന്നത് ഓൺലൈൻ ബിസിനസ്സാണ്. 50,000 രൂപ ഇടുവോ 1 ലക്ഷമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചു വരുമെന്ന് പറയും. നമുക്കിത് ആക്രാന്തമല്ലേ, കൊണ്ടങ്ങ് തട്ടിക്കൊടുക്കും. അങ്ങനെ 100 പേരൊന്നും മാറ്റിട്ട് ഒരൊറ്റ മുങ്ങല് അല്ലേ. അവന്റെ DP എടുത്ത് നോക്കിയാൽ ചിലപ്പോ അള്ളാഹു റസൂലും ഒക്കെ ആണെന്നൊക്കെ ആയിരിക്കും അവന്റെ DP ഉള്ളത്. ഇതൊക്കെയാണ് മനുഷ്യന്റെ തട്ടിപ്പുകൾ, പുതിയ പുതിയ തട്ടിപ്പുകൾ. അപ്പൊ ഏതായിരുന്നാലും അള്ളാഹു എപ്പോഴാണ് ഒരു മനുഷ്യന്റെ സമ്പത്ത് തിരിച്ചെടുക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ഏറ്റവും വലിയ നിഅമത്ത് ഏതെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ നിഅമത്താനി അളീമത്താനി, ഏറ്റവും വലിയ 2 നിഅമത്തുകൾ. ഒന്ന് അസ്സിഹത്തു. അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഓച്ചറക്കാർക്ക് മറക്കാൻ പറ്റൂലല്ലോ. ഓച്ചറയിലല്ലേ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നാട്. ഓച്ചറയിലെയും പരിസര പ്രദേശങ്ങളിലും ധാരാളം പ്രസംഗിച്ചിട്ടുണ്ടല്ലോ മഅദനി. ആ അബ്ദുൽ നാസർ മഅദനി ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പ്രസംഗത്തിന് വന്നാൽ ആ വരുന്നതിൽ 60% ആളുകളും വരുന്നത് പ്രസംഗം കേൾക്കാനല്ല, അദ്ദേഹത്തിനെ ഒന്ന് കാണാനാണ്. അത്രയും വലിയ സൗന്ദര്യം, അദ്ദേഹത്തിന്റെ വാക് സാമർഥ്യം, ആകാര വടിവ്, ആകാര സൗട്ടവം, അദ്ദേഹത്തിന്റെ ആ കരങ്ങൾ, അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ, അദ്ദേഹത്തിന്റെ ദാടി, ഇതൊക്കെ കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകൾ. ഇന്ന് ആ മനുഷ്യന്റെ കോലം എന്താണ് എന്നാലോചിച്ച് നോക്കിയേ. ഒരു സദസ്സിൽ വന്നാൽ ഏറ്റവും കുറഞ്ഞത് 5000 പേരെങ്കിലും ഒരുമിച്ച് കൂടും. ആ നിലയിൽ അദ്ദേഹം വെളുക്കുന്നത് വരെ സുബഹി വരെ പ്രസംഗിച്ചാൽ ആ സുബഹി വരെയും കേട്ടുകൊണ്ടിരിക്കാൻ ആളുകൾ. മൈക്കടക്കി ഓഫാക്കേണ്ടി വന്നാൽ മൈക്ക് മാറ്റിവെച്ചിട്ട് ഇരിക്കുന്നവരെ കേൾക്കാൻ വേണ്ടി ഉച്ചത്തിൽ സംസാരിക്കാനുള്ള ആ ശബ്ദം അല്ലാഹു കൊടുത്ത വലിയൊരു മനുഷ്യൻ. ഇതെല്ലാം അല്ലാഹു കൊടുത്ത നിഅമത്തുകളാണ്. ആ നിഅമത്തുകളെല്ലാം അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ ഈ 2024 ഫെബ്രുവരി മാസം 4-ാം തീയതി അദ്ദേഹത്തിനെ ഒന്ന് ചെന്ന് കാണുകയോ, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ പോയി കാണുകയോ, അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട് ചോദിക്കണം ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ് എന്ന് മഅദനി ഉസ്താദിനോട് നിങ്ങൾ ചോദിച്ചാൽ അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് പറയുന്ന മറുപടി, എനിക്ക് ഒരു 15 തുള്ളി മൂത്രം പോകലാണ് ഏറ്റവും വലിയ നിഅമത്ത് എന്ന് അദ്ദേഹം പറയും. നിലവിൽ 5-10 തുള്ളിയേ മൂത്രമുള്ളൂ. അപ്പൊ ഒരു 15 തുള്ളി പോയി കിട്ടിയെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹ് തരുന്ന ഏറ്റവും വലിയ നിഅമത്ത് അതാണെന്ന് പറയും. അത്രയും വലിയ അനാരോഗ്യം ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇപ്പൊ പറയും കുറച്ച് പൈസ
എന്തായാലും പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ തുമ്പി പോകും പോലെയാണല്ലോ വണ്ടികൾ പോവുക ഹൈവേയിൽ. അപ്പൊ അതിന്റെ ചാരത്ത് ഓരത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ കടമുറിയൊക്കെ കിട്ടിയെങ്കിൽ കൊള്ളാം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും. പക്ഷേ വീടിന്റെ ഉള്ളറകളിൽ മരണസമാനമായ കിടപ്പറയിൽ കിടക്കയിൽ കഴിയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കണം ഏറ്റവും വലിയ നിഅമത്തേതാ? ആ മനുഷ്യൻ പറയും, എനിക്ക് ഹൈവേയുടെ ഓരത്തൊരു കെട്ടിടമല്ല, എനിക്ക് ബാങ്ക് ബാലൻസുകളല്ല, എനിക്ക് എഴുന്നേറ്റ് ചെന്ന് ആരുടെയും സഹായം ഇല്ലാതെ മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചുവിടെ വന്ന് ചുരുണ്ടുകൂടി കിടക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യം, അതാണ് ഏറ്റവും വലിയ നിഅമത്ത് പറയും. അള്ളാന്റെ റസൂല് പറഞ്ഞു, അസ്ഹത്തു, ആരോഗ്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. വൽ ഫറാഉ, ഒഴിവ്, ഫ്രീ ടൈം. ഈ അടുത്ത സമയത്ത് കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരു പ്രഭാഷകൻ, അദ്ദേഹം എന്നോട് പറയുന്നു, അദ്ദേഹത്തിന്റെ പള്ളിയിലാണ് ഒരു സൂപ്പർ സ്റ്റാറിന്റെ, ഒരു സെലിബ്രിറ്റിയുടെ ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുവന്നത്. ആ ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ഈ എന്നോട് പറഞ്ഞ ആളിനോട് ആ സെലിബ്രിറ്റി പറഞ്ഞു അത്രേ, ആ സൂപ്പർ സ്റ്റാർ പറഞ്ഞു അത്രേ, ഞാൻ വീട്ടിൽ നിന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ടാണ് വന്നത്, എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല, ആളുകൾ വന്ന് കൂടുകയാണ്, അതുകൊണ്ട് ഞാൻ പോവാണ്, എന്റെ ഉമ്മയുടെ മയ്യത്ത് നിസ്കരിക്കണം, എല്ലാവരോടും ദ്വാരക്കാൻ പറയണം, എന്നിട്ട് അടക്കണം, ഖബറടക്കണം, തൽഖീൻ ഓതണം, യാസീൻ ഓതണം, അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം വിടുകയാൻ. അത് പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ. സ്വന്തം ഉമ്മയുടെ മയ്യത്ത് നിസ്കാരത്തിനും മയ്യത്ത് അടക്കുന്നതിനും അടക്കത്തിന് ശേഷം സൂറത്തുൽ മുൽക്ക് ഓതുന്ന ടൈം അവിടെ ഒന്ന് നിന്ന് അവിടെ സൂറത്തുൽ മുൽക്ക് ഓതാനും ആ ഉമ്മ എല്ലാരും പിരിഞ്ഞു പോകുമ്പോ കാലിന്റെ ചുവട്ടടികൾ അങ്ങോട്ട് മാറുന്ന സന്ദർഭത്തിൽ 2 മലക്കുകൾ വരുന്നതിന് തൊട്ടു മുമ്പ് ഉമ്മ എല്ലാം പറയണേ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ടൊന്ന് സലാം പറഞ്ഞു പോകാൻ ആ മകന് പറ്റാത്ത നിലയിൽ ബിസിയാണ്. അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, കുറവല്ല, അദ്ദേഹം അത്രയും വലിയ പോപ്പുലറാണ്, അത്രയും വലിയ ജനകീയനാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അള്ളാഹു ഒരു മനുഷ്യന് ഫ്രീ ടൈം കൊടുത്താൽ ആരും നമ്മളെ ശ്രദ്ധിക്കാനില്ല. മക്കളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കുന്നു, മക്കളെ ആശുപത്രി കൊണ്ടുപോകുന്നു, ഭാര്യ പിന്നെ ആശുപത്രി കൊണ്ടുപോകുന്നു, ഉമ്മായെ കൊണ്ടുവന്ന് അവിടെ ആക്കുന്നു, വാപ്പായെ കൊണ്ടുവന്ന് ഇവിടെ ആക്കുന്നു, തട്ടുകടയിൽ പോയിരുന്ന ഒരു ചായ കുടിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഫ്രീ ആണെങ്കിൽ ആര് നമ്മളെ ശല്യം ചെയ്യാനില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ടാരോ എഴുതിയത് കണക്ക് ആരാധകരുള്ളവര് പുറത്തിറങ്ങാറില്ല. അദ്ദേഹം പറയാ, ഏറ്റവും വലിയ ആരാധകരുള്ളത് ദൈവത്തിനാണ്, അതുകൊണ്ട് ദൈവത്തെ ഇതുവരെ ആരും കണ്ടിട്ടില്ല ദൈവത്തെ. ശരിയല്ലേ? ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ദൈവമല്ലേ? ആ ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റൂല. കാരണം ആരാധകരെ കൊണ്ട് മൂടുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ വിശ്വാസം അതല്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്ത് ആരോഗ്യവും ഒഴിവ് സമയങ്ങളുമാണ്. എന്നാൽ അള്ളാഹു അങ്ങനെയുള്ള ചെറിയ ചെറിയ നിഅമത്തുകളോ വലിയ വലിയ നിഅമത്തുകളോ തരുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെയല്ല, അത് ഒരിക്കലും കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കില്ല. ഏറ്റവും കൂടുതൽ ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത നിഅമത്താണ് ആദ്യം പറഞ്ഞത്. ഇനി മൂന്നാമത് പറയുന്ന സന്ദർഭം അള്ളാഹു തരുന്ന നിഅമത്തുകളാ. അള്ളാഹു സൂറത്തുൽ വാഖിയയിലൂടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹ് ചോദിക്കുകയാണ്, അഫറഅയ്തും മാ തുംനൂൻ അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. സഹോദരങ്ങളെ, അല്ലാഹു ചോദിക്കുകയാ, അഫറഅയ്തും മാ തുംനൂൻ അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അല്ലാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം വലിയ ചോദ്യമാണ്. ഏ മനുഷ്യ, അഫറഅയ്തും മാ തുംനൂൻ, രേതസ്കണത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ബീജത്തുള്ളിയെ പറ്റി നിങ്ങളുടെ നിലപാടെന്താ? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ആ ബീജത്തുള്ളി നിങ്ങളാണോ പടച്ചത്, ഞാനാണോ പടച്ചത്? പ്രിയപ്പെട്ടവരെ, ചോദിക്കുന്നത് പടച്ചവനല്ലേ? ഒരു തുള്ളി ബീജത്തിൽ നിന്നാണല്ലോ നമ്മൾ ഉണ്ടായത്. ഞാനായത്, നിങ്ങളായത്. സഹോദരങ്ങളെ, പറയപ്പെടാൻ പറ്റാത്തൊരു വസ്തുവായിരുന്നല്ലോ. ഹല്ലതാലൽ ഇൻസാനി ഹീനും മിനദ്ദഹിരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. പറയപ്പെടാൻ പറ്റാത്തൊരു വസ്തുവായിരുന്നല്ലോ നമ്മള്. അതിൽ നിന്ന് ഇന്ന് ഈ തടിയുള്ള, ഈ പൊക്കമുള്ള,
എന്നുള്ള ഈ നിലയിൽ നമ്മൾ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി ബീജമല്ലേ നമ്മളാക്കിയത്? അള്ള ചോദിക്കുകയാണ്, ആ ബീജത്തുള്ളി നിങ്ങളാണോ പടച്ചത്, അതല്ല ഞാനാണോ പടച്ചത്? ഇന്ന് ഭൗതിക ശാസ്ത്രം പറയുന്നത്, സയൻസ് പറയുന്നത്, കൂടുതൽ കാഷ്നട്ട് കഴിച്ചാൽ, അണ്ടിപ്പരിപ്പ് കഴിച്ചാൽ, ബദാം കഴിച്ചാൽ, പയർ വർഗ്ഗങ്ങൾ കഴിച്ചാൽ ബീജത്തിന്റെ ഉൽപാദനം കൂടുമെന്നാണ്. ഈ ഭൗതിക ശാസ്ത്രത്തിനോട് ചോദിച്ചു നോക്കണം. 1000 കിലോ അണ്ടിപ്പരിപ്പ്, 1000 കിലോ ബദാം പരിപ്പ്, 1000 കിലോ പയറും കൂടിക്കുണ്ട് ഏതെങ്കിലും ഒരു മിക്സിയിലിട്ട് അടിച്ചാൽ ഒരു തുള്ളി ബീജം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഒരു തുള്ളി ബീജം നിർമ്മാണം നടത്താൻ പറ്റുമോ? ബീജത്തുള്ളിയായി ഞാനും നിങ്ങളെ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് വരുമ്പോ അല്ല ചോദിക്കുകയാ, അന്തും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ? നിങ്ങളാണോ ബീജത്തുള്ളിയെ സൃഷ്ടിച്ചത്, അതോ ഞാനാണോ സൃഷ്ടിച്ചതെന്നല്ല ചോദിക്കുകയാ. ഇനി രണ്ടാമതല്ല ചോദിച്ചത് എന്തെന്നറിയോ? അഫറഅയ്തും മാ തഹ്റുസൂൻ? ഓ കൃഷിക്കാരാ, ഓ കൃഷിക്കാരാ, അന്തും തസ്റഊനഹു അം നഹ്നു സാരിഊൻ? നിങ്ങളാണോ കൃഷി ചെയ്യുന്നത്, ഞാനാണോ? സഹോദരിമാരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ, അല്ലെങ്കിൽ ഏതെങ്കിലും കാർഷിക മേളയിൽ നിന്ന് നിങ്ങൾ വാങ്ങിയ ഒരു കവറിനകത്തുള്ള ഏതോ വിത്തുകൾ, ഏതോ സസ്യങ്ങളുടെ വിത്തുകൾ, ചെടികളുടെ വിത്തുകൾ കൊണ്ടുവന്നു മണ്ണ് മാന്തി നിങ്ങൾ ആ വിത്ത് വെച്ചു, അത് മണ്ണിട്ട് മൂടി, എന്നിട്ട് വെള്ളമൊഴിച്ചു, എന്നിട്ട് തൊട്ടിപ്പുറത്തും നിങ്ങൾ അതുപോലെ ചെയ്തു. ഒരു 10-20 എണ്ണം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിങ്ങൾ ഇങ്ങനെ വിത്തുകൾ പാകിയിരിക്കുകയാ. നോക്കുമ്പോ മുളച്ചു വരികയാണ്, അതിങ്ങനെ കതിരുകൾ വന്നു. ഒന്നിങ്ങനെ വലുതായി വരുമ്പോ അതിന്റെ കായ ചുമപ്പാണ്. അത് നിങ്ങൾ പറിച്ചെടുത്ത് വായിലേക്ക് വെച്ചപ്പോൾ വല്ലാത്ത എരിവാണ്. അതിന് നമ്മൾ കൊടുത്ത പേര് മുളകെന്നാണ്. അതിന്റെ തൊട്ടിപ്പുറത്ത് മറ്റൊന്ന് വന്നു, അതിന് വല്ലാത്ത ചുമന്ന നിറം തന്നെ. അത് പറിച്ച് നിങ്ങൾ എടുത്തു, എന്നിട്ട് ചെറിയ കായാണ്, അത് വായിലേക്ക് വെച്ചോ, ചവച്ചപ്പോൾ വല്ലാത്ത മധുരമാ. അതിനുശേഷം നാരങ്ങ പിഴിഞ്ഞൊഴിച്ചപ്പോൾ വല്ലാത്ത മധുരം നിങ്ങൾക്ക് വന്നു. നമ്മളതിന് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് വിളിച്ചു. അതിന്റെ തൊട്ടുപുറത്ത് മറ്റൊന്നും ഇതേപോലെ പൊന്തി വന്നു, അതിന് വല്ലാത്ത പച്ചപ്പാണ്. ആ പച്ച നിറത്തിലുള്ള കായ പറിച്ചു, അത് നമ്മൾ വായിലേക്ക് വെച്ചപ്പോൾ വല്ലാത്ത പുളിയാണ്. അതിന് നമ്മൾ പുളിഞ്ചിക്കായ എന്ന് പേരിട്ട് വിളിച്ചു. ഇങ്ങനെ തുടങ്ങിയാല് സഹോദരങ്ങളെ, ഇട്ട മണ്ണൊന്നാണ്, ഒഴിച്ച വെള്ളമൊന്നാണ്, പക്ഷേ തണല് വന്ന് വെയില് വന്നത് ഇതെല്ലാം ഒന്ന് തന്നെ. പക്ഷേ അതിന്റെ കായ്ക്കള് വേറെയാണ്, അതിന്റെ രുചി വേറെയാണ്, അതിന്റെ ഉപയോഗം വേറെയാണ്. അല്ലാഹ് അതല്ലേ ചോദിച്ചത്, അഫറഅയ്തും മാ തഹ്റുസൂൻ? ഓ കൃഷി ചെയ്യുന്നവരെ, അന്തും തസ്റഊനഹു അം നഹ്നു സാരിഊൻ? നിങ്ങളാണോ കൃഷിയിൽ ഇടപെടുന്നത്, അതോ നാമാണോ കൃഷിയിൽ ഇടപെട്ടത്? അല്ലാഹ് മൂന്നാമത് ചോദിക്കുന്നത്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അന്തും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ? മേഘക്കീറിൽ നിന്ന് വെള്ളം ഇറക്കി തന്നത് ഞാനാണോ നിങ്ങളാണോ? കുടിക്കാനുള്ള വെള്ളം നിങ്ങൾക്ക് തന്നത് ഞാനല്ലേ? മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂചനം പോലെ നിങ്ങൾ കാതോർത്തിരുന്നല്ലോ മഴത്തുള്ളിക്ക് വേണ്ടിയിട്ട്. ആകാശമാകുന്ന ഭർത്താവ് ഭൂമിയാകുന്ന ഭാര്യയ്ക്ക് സമ്മാനിച്ച ബീജത്തുള്ളിയാണ് മഴത്തുള്ളി. ആകാശം ഭർത്താവാണ്, ഭൂമി ഭാര്യയാണ്. ആകാശം എന്ന ഭർത്താവിന്റെ ബീജത്തുള്ളി ഭൂമിയാകുന്ന ഭാര്യയുടെ ഗർഭാശയത്തിൽ അങ്ങ് സ്വീകരിച്ചപ്പോൾ, വനുസൽനാ മിനൽ മുഅ്സിറാതി മാന സജ്ജാജാ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ വജന്നാത്തിൻ അൽഫാഫാ.
അല്ല പറയുന്നു ആകാശമാകുന്ന ഭർത്താവിന്റെ ബീജത്തുള്ളിയാകുന്ന മഴത്തുള്ളി ഭൂമിയാകുന്ന ഭാര്യയുടെ യൂട്രസിനകത്തേക്ക് കയറിയപ്പോ ആ പെണ്ണ് പ്രസവിച്ചതാണ് ജന്നാത്തിന് അൽഫാഫ, ഇടതൂറ് നിൽക്കുന്ന വൃക്ഷങ്ങളും അതുപോലെ തന്നെ ഇടതൂറ് നിൽക്കുന്ന എല്ലാ സസ്യലതാദികളും നിങ്ങൾക്ക് വേണ്ടി പടച്ചത് അല്ലാഹുവാണ്. അത് ഉൽപ്പാദിച്ചത് മഴത്തുള്ളിയിൽ നിന്നാണ്. അല്ല ചോദിക്കുന്നു, നിങ്ങളാണോ ഈ മഴ പെയ്യിപ്പിച്ചത്? ആണോ? അല്ല. അല്ല തന്ന നിഅമത്തുകളിൽ 3, ഇനി 4 കേട്ടോ. നിങ്ങൾ കത്തിക്കുന്ന തീപ്പട്ടി അല്ലെങ്കിൽ നിങ്ങൾ കത്തിക്കുന്ന ഉരസി കത്തിക്കുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള മരങ്ങളെ ഞാനാണോ പടച്ചത്, നിങ്ങളാണോ? പണ്ട് കാലങ്ങളിലെ മരത്തിന്റെ കഷണങ്ങൾ ഉരസിയിട്ടാണ് തീ കത്തിക്കുന്നത്. കാലം പുരോഗമിച്ചു. ആ മരങ്ങൾ, പാഴ്മരങ്ങളെ കണ്ടെത്തി മനുഷ്യൻ. എന്നിട്ട് ആ പാഴ്മരങ്ങളെ ചെത്തിയെടുത്തു. എന്നിട്ടതിനെ മെഷീനിലേക്ക് കയറ്റി. എന്നിട്ടതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയെടുത്തു. എന്നിട്ട് പ്രത്യേകമായ കാന്തം, ഈ ശാസ്ത്രം കണ്ടുപിടിച്ച ഈ വലിയ പുരോഗമന കാലത്ത് ചെറിയ ചെറിയ കാന്തത്തിന്റെ അംശങ്ങൾ ആ ചെറിയ ചെറിയ കമ്പുകളിലെ ചെറിയ ചെറിയ കൊള്ളികളിലെ അഗ്രഭാഗത്ത് ഘടിപ്പിച്ചു. എന്നിട്ട് ചെറിയ കവറിനകത്താക്കി. എന്നിട്ട് 1 രൂപയോ 2 രൂപയോ അല്ലെ, എത്ര രൂപ തീപ്പട്ടിയുടെ വില? 2 രൂപ. നീ ബീഡി വലിക്കൂടാ, സിഗരറ്റ് വലിക്കോ? ഒരു ചെറിയ കവറിലടച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. നമ്മളതിനെ വിളിച്ച പേര് തീപ്പട്ടി അല്ലേ? അല്ല ചോദിക്കാണ്, ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ ഞാൻ ഉണ്ടാക്കിയതാണോ? നിങ്ങൾ ഉണ്ടാക്കിയോ ഞാൻ ഉണ്ടാക്കിയോ? അല്ല ചോദിക്കാൻ. ഇതാരാ? ഇത്രയും വലിയ സൗഭാഗ്യങ്ങളുടെ കലവറ അല്ലാഹു തുറന്നു തന്നു. മനുഷ്യനെ സൃഷ്ടിച്ചത് മുതൽ അവന് ചെയ്യുന്ന കൃഷി, അവന് കുടിക്കുന്ന വെള്ളം, അവന് കത്തിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുമെല്ലാം അല്ലാഹു എടുത്തു പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇതെല്ലാം നിങ്ങളുടെ മിടുക്കാണോ എന്റെ മിടുക്കാണോ? എന്റേതാണ്, നിങ്ങളതല്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇതിന് പകരം നിങ്ങൾ എനിക്ക് ഒന്ന് തന്നാ മതി. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം. ഖുർആൻ 3-മതായി പറഞ്ഞ തസ്ബീഹ് ചൊല്ലാൻ. ഇതുപോലുള്ള നിഅമത്തുകൾ അല്ലാഹു നമുക്ക് തരുമ്പോ ഇരിക്കാനൊരു കസേര കിട്ടി, അല്ലാഹനെ പ്രകീർത്തിക്കണം. ചൂടാനൊരു കൊട കിട്ടി, അല്ലാഹനെ പ്രകീർത്തിക്കണം. എഴുതാനൊരു പെണ്ണ് കിട്ടി, അല്ലാഹനെ പ്രകീർത്തിക്കണം. ആ പടച്ചവനെ പ്രകീർത്തിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ നിഅമത്തുകളായാൽ പോലും. ഇതാണ് 3-മത്തെ സ്ഥലം. വിശദീകരിക്കാൻ നമുക്ക് സമയക്കുറവുണ്ട്. ഇനി 4-മത്തത്, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരലോകത്തേക്ക് നമ്മൾ പോകേണ്ടവരാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്, പരലോകത്തേക്ക് നമ്മൾ പോകേണ്ടവരാണ്. ആ ആഖിറത്തിലേക്ക്. ആഖിറം എന്ന് പറഞ്ഞാൽ തന്നെ എൻഡ് എന്നാണ്. എൻഡ്. ഇനി അങ്ങോട്ടില്ല. ആഖിറമാണ് അവസാനത്തെ ലോകം. ആ ലോകത്തേക്ക് നമ്മൾ പോകേണ്ടവരാണ്. അവിടെ പോകുമ്പോ അള്ളാഹു ഒരുപക്ഷെ നാരകീയ ശിക്ഷകൾ നമുക്ക് തരാൻ സാധ്യതയുണ്ട്. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ, അല്ല കാത്തുരക്ഷിക്കട്ടെ. ഉറക്കം വരുന്നില്ലല്ലോ. നല്ല സദസ്സ്, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. 9-മത്തെ കുട്ടിയുടെ കല്യാണമാണ്. അതെ, 9 കഴിഞ്ഞ 9-മത്തെ കുട്ടിയുടെ വിവാഹമാണ്. ഇത് നിബ്രാസുൽ മുസ്ലിമീന്റെ പ്രവർത്തകർ കൊടുത്തതല്ല, നിങ്ങൾ കൊടുത്തതാ. നമ്മളെല്ലാരും ഭാഗവാക്ക. അവർ സംഘടിപ്പിച്ചു, ഓടി നടന്നു. ഞാൻ അടക്കമുള്ള പ്രഭാഷകന്മാർ ശബ്ദം നൽകി. നിങ്ങൾ ഓരോരുത്തരും ധനം നൽകിയപ്പോ 8 പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാരായി, അവർക്ക് മക്കളായി. 9-മത്തെ പെൺകുട്ടി ഏപ്രിൽ 21-ന് മണവാട്ടിയാകാൻ കാത്തിരിക്കുന്നു. അള്ളാഹു ഭംഗിയാക്കി പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് തരട്ടെ. പ്രിയപ്പെട്ടവരെ, 4-മത്തെ സന്ദർഭം എപ്പോഴാ? അള്ളാഹു പറയുന്നു, നിങ്ങൾ പ്രകീർത്തിക്കേണ്ട, തസ്ബീഹ് ചൊല്ലേണ്ട 4-മത്തെ സന്ദർഭം ആഖിറത്തിൽ നിങ്ങൾക്ക് അള്ളാഹു രക്ഷ തരുമ്പോഴാ. സഹോദരങ്ങളെ, ജീവിതം ഇവിടെയല്ലല്ലോ. ഇവിടന്ന് പോകണം ആഖിറത്തിലേക്ക്. വൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ.
ആഖിറമാണ് ഏറ്റവും അഭികാമ്യമായത്. വല്ലാഖിറത്തു ഖൈറുൻ വഅബ്ഖാ, എന്നെന്ന് ശേഷിക്കുന്നതും ആഖിറം തന്നെ. ഇവിടെയെല്ലാം നശ്വരമാണ്, ഇവിടത്തെ ബന്ധങ്ങളെല്ലാം നശ്വരമാണ്. നമുക്ക് വേണ്ടത് ആഖിറത്തിലേക്കുള്ള ബന്ധമാണ്, ആഖിറത്തിലേക്ക് വേണ്ടിയുള്ള ബന്ധമാണ്. ഇവിടെ മരിച്ചാ തീരുന്നതാണ്, ഇവിടെ മരിച്ചാ തീരുന്നതാണ്. അല്ലേ? അമ്പും വില്ലും എത്ര അടുപ്പത്തിലാണെങ്കിലും അമ്പ് ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ വില്ലിനോട് വിട പറഞ്ഞേ മതിയാവൂ. ദുനിയാവ് അങ്ങനെയാണ്. ആഖിറമോ? ആഖിറം അനന്തമാണ്. ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ട്, നമുക്കറിയുമല്ലോ. ഇവിടെ ഇസ്ലാമിനെതിരെ കുതിര കയറിയവർ, ഇവിടെ ആദർശത്തിന്റെ ശത്രുക്കളായവർ, ഇവിടെ അള്ളാന്റെ ദീനിനെ അധിക്ഷേപിച്ചവര്, ഇവിടെ അക്രമം കാണിച്ചവര് നാളെ വരുന്ന കോലം എങ്ങനെയെന്നറിയോ? വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീനല്ലാലീ, കളവാക്കുന്ന ഒരു ജനതയുണ്ടല്ലോ, സത്യസന്ധതയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹമുണ്ടല്ലോ, അസത്യത്തിന്റെ കള്ളപ്പരപ്പിന്റെ കേളി നിലമായി മാറുന്നവരുണ്ടല്ലോ, ഇല്ലാത്തതിന്റെ പേരിൽ പിടിച്ചെടുക്കുന്ന പള്ളികൾ പിടിച്ചെടുക്കുന്നവരുണ്ടല്ലോ, ഇല്ലാത്ത കഥമെനഞ്ഞിട്ട് പള്ളി പിടിച്ചെടുക്കുന്നവരുണ്ടല്ലോ. ഇവനെയൊക്കെ നാളെ പടച്ചവനെ ചെയ്യുന്നത് എന്തെന്നറിയോ? അല്ല പറയുകയാണ്, ഫനുസുലും മിൻ ഫനുസുലും മിൻ ഹമീം, അവർക്ക് അല്ലാഹു നാളെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുമെന്നാ. അല്ലാഹു കൊടുക്കുന്ന നുസുലും മിൻ ഹമീം, വെൽക്കം ഡ്രിങ്ക്സ്. എന്തായി വെൽക്കം ഡ്രിങ്ക്? കേറി വരുമ്പോ ഒരു കുടിക്കാൻ വെള്ളം കൊടുക്കുമല്ലോ, കേറി വരുമ്പോ അല്ലാഹു കുടിക്കാൻ കൊടുക്കും. അതേത് വെള്ളമാണ്? ഫനുസുലും മിൻ ഹമീം. ആ വെള്ളത്തിന്റെ പേര് ശീതളപാനീയമെന്നല്ല, ആ വെള്ളത്തിന്റെ പേര് ഹമീം. ഫനുസുലും മിൻ ഹമീം. ഈ അധർമ്മകാരികൾ, ധിക്കാരികൾ, പാവപ്പെട്ട ഫലസ്തീന്റെ പൊന്നുമക്കളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കിയ ഇസ്രായേലിന്റെ ജൂത പരിശകളുണ്ടല്ലോ, ഇല്ലാത്ത കള്ളക്കഥ പറഞ്ഞിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ നെറുകയിലെ കപ്പികുട്ടി ഇറക്കിയിട്ട് ഈ പാവപ്പെട്ട സമുദായത്തിന്റെ പള്ളി അപഹരിച്ച കാപാലികന്മാരുണ്ടല്ലോ, ഇവനൊക്കെ നാളെ പരലോകത്ത് വരുമ്പോ അല്ല കൊടുക്കുന്നത് എന്തെന്നറിയോ? ഫനുസുലും മിൻ ഹമീം, വെൽക്കം ഡ്രിങ്ക്സ് അല്ല കൊടുക്കുകയാണ്. അത് എന്താണെന്നറിയോ? ഹമീം, ചൂടുവെള്ളമാണ്. നമ്മൾ പറയും ചൂടുവെള്ളം ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷെ എന്താ ഈ ചൂടുവെള്ളത്തിന്റെ പ്രത്യേകത എന്നറിയോ? ഹമീമിന്റെ പ്രത്യേകത കേട്ടോ സഹോദരാ. ദാഹിച്ച് 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 ഒരു തുള്ളി വെള്ളം കിട്ടാ കൊതിക്കുന്ന മഹിഷറ, ആ മഹിഷറയിൽ നിന്ന് നരകത്തിലേക്ക് അങ്ങ് വലിച്ചെറിയുമ്പോൾ അവിടെ അല്ലാഹു കൊടുക്കുന്നു ഹമീം. ഈ ഹമീം എന്ന പാനപാത്രം നമ്മളെ കയ്യിലേക്ക് തരുമ്പോ അത് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചൂടുവെള്ളം, ദുനിയാവിലെ ചൂടുവെള്ളമാണെങ്കിൽ തരുന്നവര് പറയും ചൂടാണേ സൂക്ഷിക്കണമെന്ന്. കാരണം ചുണ്ടിലേക്ക് വെക്കുമ്പോഴേ ചൂടാണോ തണുപ്പാണോ എന്നറിയോ? ഈ ഹമീമിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹു നമ്മുടെ കയ്യിലേക്ക് കുടിക്കാൻ തരുന്നു ആർത്തിയാണ്, ദാഹം. ചുണ്ടോടങ്ങ് ചേർക്കണ്ട, മുഖത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോ ഈ മുഖത്തെ മാംസമില്ല ഉരുകി 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 ആ വെള്ളത്തിലേക്ക് വീഴുന്ന ചൂടാ. പക്ഷെ നമ്മൾ വിടൂല, ദാഹിച്ച ദാഹം തീർക്കാ കുടിച്ചേ മതിയാവൂ. തൊണ്ടയിൽ വല്ലാത്ത വേദന കെട്ട് വീണിരിക്കുകയാ, എന്തായാലും വേണ്ടൂല. ഈ ചൂടുവെള്ള ചുണ്ടിലേക്ക് വെച്ചങ്ങ് കുടിക്കുമ്പോ അവന്റെ വൻകൊടലും ചെറുകൊടലും അവന്റെ കരളും അവന്റെ ആന്തരിക അവയവങ്ങളെല്ലാം ഉരുകി അവന്റെ പൃഷ്ഠഭാഗത്തൂടെ ഒലിച്ചു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതാണ് ഹമീം. നമ്മൾ ചിന്തിക്കും ആ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ അങ്ങ് തീർന്നു കിട്ടുമല്ലോ, പിന്നൊന്നും അറിയണ്ടല്ലോ. എടാ മണ്ട, അല്ല പറയുന്നു വെള്ളിയാഴ്ച കേൾക്കുന്നില്ലേ? പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും പേരല്ല പറയുന്നത്, സുഹഫി ഇബ്രാഹിം വ മൂസ എന്ന് പറയുന്ന അവസാനം പറയുന്ന ഇബ്രാഹിം മൂസ എന്ന് പറയുന്ന പള്ളിയുടെ ഖജാൻജിയും സെക്രട്ടറി അല്ല.
ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും ഏടിലുണ്ട്. എന്താണ് അതിന് മുമ്പല്ല പറയുന്നത്? സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ, സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അവിടെ ജീവിതവുമില്ല മരണവുമില്ല. എന്ത് പറ്റി സൈബിന്? ഇന്ന് 5-6 കത്തായല്ല. പൈസേ? ആ ശരി. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫല്ലലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ദീല. എപ്പോഴും പറയണം, നമ്മൾ ആരും മിടുക്കന്മാരൊന്നും അല്ല. പള്ളി ദറസിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആളാ. നല്ല ശബ്ദമൊക്കെയാ. ഒരു വീഴ്ചയില്ലാന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ലെവലും പോയി. അള്ളാഹു ശിവ നൽകട്ടെ. വലിയ ആഗ്രഹമാണ് പ്രസംഗിക്കാനൊക്കെ. പക്ഷേ നമ്മളെയൊക്കെ അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ജീവിതവുമില്ല മരണവുമില്ല, ജീവിതവുമില്ല മരണവുമില്ല. അതാണ് അവസ്ഥ. എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് എല്ലാം കൂടെ ഉരുകുമ്പോൾ വീണ്ടും അള്ളാഹു താല ശരീരം തരും, വീണ്ടും കുടിക്കാൻ പറയും. എന്നാലോചിച്ച് നോക്കിയേ, അത് എത്ര നാളാ? ആ ഒരു 5 കൊല്ലം കഴിയുമ്പോ നിൽക്കോയില്ല. ജീവിതവുമില്ല മരണവുമില്ലാത്ത അവസ്ഥ അനന്തമാണ്. അന്ന് ഈ ആക്രമണത്തിനിരയായവർ, തല്ലിക്കൊല്ലപ്പെട്ടവർ, മസ്ജിദുകൾ നഷ്ടപ്പെട്ടവർ, ഭാര്യമാർ മാനഭംഗപ്പെടുത്തപ്പെട്ടവർ, മക്കൾ അർഹുല ചെയ്യപ്പെട്ടവർ, തീവ്രവാദി എന്നും ഭീകരവാദി എന്നും വിളികേറ്റവർ അള്ളാന്റെ സ്വർഗത്തിൽ പാറി കളിക്കുമേ. അവര് പച്ചപ്പനന്തത്തയുടെ ഉള്ളറകളിൽ പാറി പറന്നിട്ട് അറിസിന്റെ താഴ്ഭാഗത്ത് തൂക്കിയിടപ്പെട്ട വിളക്കുമാടത്തിൽ വൈകുന്നേര സായാഹ്നത്തിൽ അഭയം പ്രാപിക്കുമേ. അള്ളാഹു നമ്മളെ ആ നല്ല കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അവിടെയാണ് 4ാമത്തെ സന്ദർഭമല്ല പറഞ്ഞത്. ഫനുസുലും മിൻ ഹമീം. സത്യനിഷേധികൾക്ക്, ധിക്കാരികൾക്ക്, കളവാക്കുന്നവർക്ക്, കള്ളപ്പരം പറയുന്നവർക്ക്, കള്ളം പ്രചരിപ്പിക്കുന്നവർക്ക് അല്ല വെൽക്കം ഡ്രിങ്ക്സ് കൊടുത്തിട്ട് അകത്തേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ കൊടുക്കുന്നത് അള്ളാഹു അവനെ ചുട്ടെടുക്കുമെന്ന. ശവായി കണ്ടിട്ടില്ല ഇങ്ങനെ കറങ്ങുന്നത്? അതാ പറയുന്ന ചില ഉസ്താദന്മാർ പറയുന്ന നരകത്തിലെ കോഴിയെന്ന്. കാരണം എന്താ? ഇതാണ് നരകത്തിലെ ശിക്ഷ. ചുട്ട് 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 തസ്ലിയത്തു ജഹീം. ജഹീമിലിട്ട് അല്ല ചുട്ടോണ്ടിരിക്കും നമ്മളെ. ഇതൊക്കെ പറയുമ്പോ ചില പൊട്ടന്മാര്, ബുദ്ധി രാക്ഷസന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന മന്ദബുദ്ധികൾ, യാതൊരു ബുദ്ധിയുമില്ലാത്ത നിരീശ്വരവാദികൾ, വിവരം കെട്ടവർ, അവര് പറയും, എന്താ ഈ പൊട്ടൻ വിളിച്ചു പറയുന്നത്? കാണാടോ പൊട്ടൻ ആരാന്ന് കാണാം. ആഖിറത്തില് തസ്ലിയത്തു ജഹീം. ചുട്ടെടുക്കും നിന്നെ റബ്ബ് ചുട്ടെടുക്കും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ എന്താണെന്നറിയോ? ഇന്ന ഹാദാ ലഹു ഹഖ്ഖുൽ യഖീൻ. സ്വപ്നമല്ല, അറിവല്ല, കണ്ടറിവല്ല, കൊണ്ടറിവാ. ഇപ്പോ നല്ല മധുരമുള്ളൊരു പാനീയമുണ്ട്, ലോകത്തെ ഏറ്റവും മധുരമുള്ള പാനീയം. അതേതാ? വേഗം ഒന്ന് പറയും, സമയമില്ല. ലോകത്തെ ഏറ്റവും മധുരമുള്ള പാനീയം ഏതാ? കള്ള. ലോകത്തെ ഏറ്റവും മധുരമുള്ള പാനീയം. ഹൗലുൽ കൗസർ സ്വർഗത്തിലാണോ ഭൂമിയിലാണോ? സ്വർഗത്തിലല്ലേ? അല്ലെങ്കിൽ ആഖിറത്തിലാണെന്ന് കൂട്ടിക്കോ. അത് ആ ലോകം വേറൊരു ലോകമാണല്ലോ. ആ ഹൗലുൽ കൗസറിന്റെ മഹത്വം പറഞ്ഞത് എന്താ? അഹ്ലാ മിനൽ അസലി. തേനിനേക്കാൾ മധുരമാണ്. തേനിനപ്പുറത്ത് എന്തെങ്കിലും മധുരമുള്ളത് ലോകത്തുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു അതല്ലേ പറയുള്ളൂ. അപ്പൊ ഏറ്റവും വലിയ പാനീയം മധുരമുള്ളത് ഏതാ? തേന്. 6 അറകളുള്ള കൂടിൽ അല്ലാഹു തആല അത്ഭുതകരമായി അതിന് കഴിവ് കൊടുത്ത് നിർമ്മിക്കുന്ന തേൻ. മണിക്കൂറിൽ 29 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള പ്രാപ്തിയുള്ള, എന്നാൽ ദിവസം ദൈനംദിനം 4 കിലോമീറ്റർ സഞ്ചരിക്കുന്ന, 1 ഗ്രാം തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് 100 പുഷ്പങ്ങളിൽ ചെന്നിരിക്കേണ്ടി വരുന്ന, 100 ഗ്രാം തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് 2500 യാത്രകൾ ചെയ്യേണ്ടി വരുന്ന, പുഷ്പങ്ങളിൽ മാത്രം കഴിയുന്ന
അള്ളാഹു അനുഗ്രഹിച്ച ഒരധ്യായം തന്നെ അവതരിപ്പിക്കുകയും 68, 69 എന്ന 2 സൂക്തങ്ങളിലൂടെ അള്ളാഹു താല വാചാലമായി ജനങ്ങൾക്ക് ശമനമുള്ള ഔഷധം, വർണ്ണ വൈവിധ്യ നിറങ്ങളിൽ, വർണ്ണശബളമായ കളറുകളിൽ അള്ളാഹു താല അതിന്റെ പള്ളയിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തികട്ടി വെക്കാൻ അള്ളാഹു 6 അറകളുള്ള കെട്ടിടം നിർമ്മിച്ചിട്ട് അതിനുവേണ്ടി സൗകര്യം ചെയ്തിട്ടുണ്ട് എന്ന് പരിചയപ്പെടുത്തിയ തേൻ. ആ തേൻ തുള്ളി നല്ല മധുരമാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകും. കാരണം ഐനുൽ, അതിന്റെ പേര് ഇൽമുൽ യഖീൻ എന്നാണ്. അറിവ്, യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചിട്ടുള്ള അറിവ്. ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം പോക്കറ്റിൽ നിന്നൊരു ചെറിയ കുപ്പി എടുത്തിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഞാൻ ആ പറഞ്ഞ തേൻ. നിങ്ങളത് കണ്ടു. അതിന്റെ പേര് ഐനുൽ യഖീൻ എന്നാണ്. ഏത്? കണ്ടറിവ്. പക്ഷെ അപ്പോഴും പൂർത്തിയായില്ല. ഓരോരുത്തർ വരാൻ പറഞ്ഞു. എല്ലാവരും വന്നു. കൈവെള്ളയിൽ ഓരോ തുള്ളി ഞാൻ ഇറ്റിച്ചു തന്നു. നിങ്ങൾ നാവ് കൊണ്ട് ഒപ്പിയെടുത്തു. നിങ്ങൾക്കതിന്റെ മധുരം മനസ്സിലായി. അതിന്റെ പേരാണ് കൊണ്ടറിവ്, ഹഖുൽ യഖീൻ. അതിന്റെ പേരാണ് ഹഖുൽ യഖീൻ. അതാണ് ഖുർആൻ പറഞ്ഞത്, തസ്ലിയത്തു ജഹീം, ചുട്ടെടുക്കുകയും നുസുലം മിൻ ഹമീം, കയറി ചെല്ലുമ്പോൾ ചൂടുള്ള വെള്ളം നിങ്ങൾക്ക് തരികയും ചെയ്യുന്ന നരകത്തിന്റെ ശിക്ഷ. ആ ശിക്ഷ ഇന്നഹദാ ലഹു ഹഖുൽ യഖീൻ, അത് നിങ്ങൾ കൃത്യമായി കൊണ്ടറിയും നിങ്ങൾ. എന്നിട്ടല്ല പറയുകയാണ്, ആ ഒരു ദുരവസ്ഥ വരാതെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിച്ച മുഅ്മിനീങ്ങളെ, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, പടച്ചവന് വേണ്ടി പ്രകീർത്തനങ്ങൾ നടത്തിക്കോ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എത്ര അനുഗ്രഹീതനാണ് പടച്ച തമ്പുരാൻ.